ശബരിമല സന്നിധാനത്ത് ട്രാക്ടർ ഭക്തർക്കിടയിലേക്ക് പാഞ്ഞു കയറിയുണ്ടായ അപകടത്തിൽ ഡ്രൈവർക്കെതിരെ കേസെടുത്തു. അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനെതിരെയാണ് സന്നിധാനം പോലീസ് കേസെടുത്തത്. അപകടത്തിൽ പരിക്കേറ്റ ഇടുക്കി സ്വദേശി രാധാകൃഷ്ണൻ നായരുടെ പരാതിയിലാണ് നടപടി. ഇന്നലെ വൈകിട്ടുണ്ടായ അപകടത്തിൽ 8 പേർക്കാണ് പരിക്കേറ്റത്. അശ്രദ്ധമായി വാഹനം ഓടിച്ചു. അപകടമുണ്ടാക്കുന്ന വിധമാണ് ഉദാസീനമായി വാഹനം ഓടിച്ചത്. ഈ കുറ്റങ്ങൾ എഫ്ഐആറിൽ ചുമത്തിയാണ് സന്നിധാനം പോലീസ് ട്രാക്ടർ ഡ്രൈവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഡ്രൈവറെ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അപകടത്തിൽ ഇടുപ്പിലിന് പരിക്കേറ്റ് ചികിത്സയിലുള്ള ഇടുക്കി സ്വദേശി രാധാകൃഷ്ണൻ നായരുടെ പരാതിയിലാണ് നടപടി. ഇന്നലെ വൈകിട്ട് 6:10 നടപ്പന്തലിന് സമീപത്തായിരുന്നു അപകടം. മാലിന്യം കയറ്റിവന്ന ട്രാക്ടർ ഭക്തർക്കിടയിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറുകയായിരുന്നു. തമിഴ്നാട് വില്ലുപുരം സ്വദേശികളായ വീരമണി, ആനന്ദവേൽ, ആന്ധ്ര സ്വദേശികളായ വീരറെഡ്ഡി, ധ്രുവൻ റെഡ്ഡി, നിതീഷ് റെഡ്ഡി, സുനിത, തൊൾസമ്മ എന്നിവരാണ് പരിക്കേറ്റ മറ്റുള്ളവർ. സന്നിധാനം, പമ്പ ആശുപത്രികളിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇവരിൽ ഗുരുതര പരിക്കേറ്റ തമിഴ്നാട് സ്വദേശി വീരമണിയെ കോന്നി മെഡിക്കൽ കോളേജിലേക്കും ഇടുക്കി സ്വദേശി രാധാകൃഷ്ണൻ നായരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിരുന്നു. കനത്ത മഴയിൽ ട്രാക്ടറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നും വിശദമായ അന്വേഷണം ആരംഭിച്ചതായും സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ പി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. യു ടേൺ സമയത്താണ് ട്രാക്ടർ ചെറിയ രീതിയിൽ നിയന്ത്രണം വിട്ട് യാത്രക്കാരെ അടിച്ചത്. അതിൽ 5 പേര് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആൾക്കാരും 2 പേര് തമിഴ്നാടുകാരും ഒരാൾ മലയാളിയാണ്. അതിൽ 2 പേർക്കാണ് കുറച്ച് കൂടുതലുള്ളത്. അവർ 2 പേരെയും ഒരാളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഒരാളെ റാന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിസാര പരിക്കേറ്റ ആന്ധ്ര സ്വദേശികൾ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങി. ജനം, സന്നിധാനം.